വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കുന്നില്ല എന്ന ആരോപണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ LDFും UDFും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. ജില്ലാ അതിർത്തിയായ ലക്കിടിയിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുകയും കൽപ്പറ്റയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, എന്താണ് ഇപ്പോൾ വയനാട്ടിലെ സ്ഥിതിഗതികൾ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേന്ദ്ര പ്രത്യേക പാക്കേജ് അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് വയനാട്ടിൽ UDF LDF ഹർത്താൽ തുടരുകയാണ്. രാവിലെ 6 മണിക്കാണ് ഹർത്താൽ ആരംഭിച്ചത്. തുടർന്ന് 6 മണിക്ക് ആണ് അവസാനിക്കുക. നിലവിൽ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. രാവിലെ കൽപ്പറ്റ ചുങ്കത്തും ഒപ്പം മാനന്തവാടി ടൗണിലും ബത്തേരി ടൗണിലും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. അതിർത്തി പ്രദേശമായ ലക്കടിയിലും രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ തടയുന്നുണ്ട്. അവശ്യ സർവീസുകളും ഒപ്പം ശബരിമല വാഹനങ്ങളും കടത്തിവിടുന്നുണ്ട്. വരുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച് ശബരിമലയ്ക്കുള്ള വാഹനങ്ങൾ അവരുടെ കടന്നു സമരാനുകൂലിൽ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ KSRTCയുടെ ദീർഘദൂര സർവീസുകൾ നടത്തിയിരുന്നു. പ്രാദേശികമായുള്ള സർവീസുകൾ ഇപ്പോൾ KSRTC പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിൽ ഓടുന്നത്. എന്തായാലും നിലവിൽ എവിടെയും ഇതുവരെയും മനുഷ്യ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.